യോ വാട്ട്സ് എ മാൻ. സോ നമ്മളിന്ന് പോകാൻ പോകുന്നത് ഏറക്കാടോട്ടാണ്. ഏറക്കാട് എന്ന് പറയുമ്പം തമിഴ്നാട്ടിലെ ഒരു ഹിൽ സ്റ്റേഷനാണ്. നമ്മളെ വയനാടൊക്കെ പോലെ ഇവിടെ ഉള്ളവർ പറയണ മിനി ഊട്ടി എന്നാണ്. സോ ലെറ്റ് സീ വാട്ട്സ് ഇൻ ദർ. സേലത്തിറങ്ങി ഇവിടെ തൊട്ടടുത്തിന് ബൈക്ക് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങോട്ട് പോവാം. ലക്ഷ്മി റീറ്റെയിൽസ് ഇവിടെ എവിടെയാണെന്നാണ് പറഞ്ഞത്. മൈന് കാണാനില്ല. അപ്പം റെയിൽവേ സ്റ്റേഷനിൽ ഫ്രണ്ട് ഇറങ്ങിയിട്ട് തൊട്ടടുത്തിന് ബൈക്ക് റെൻറ്റിലുണ്ട്. എന്നാലും 2-3 ഉണ്ട്. ഒരിടത്ത് 700 പറഞ്ഞത്. ആക്സിസ് ബാങ്കിൻ്റെ അടുത്തുനിന്നാണ് പറഞ്ഞത്. ഇതാക്ക് ആക്സിസ് ബാങ്ക്, ഇതാക്കട റെൻ്റല്. അപ്പം ഇതാ എന്ന് വെച്ചാൽ റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങി റൈറ്റ് എടുത്ത് ഫസ്റ്റ് സ്ട്രെയിറ്റ് വരുമ്പോൾ എഡ്ജിൽ ഒരെണ്ണമുണ്ട്. അവിടെ അടുത്ത് വന്ന സോ ബൈക്ക് കിട്ടി. 800 രൂപ പറഞ്ഞ് 700 രൂപയ്ക്ക് ഒപ്പിച്ച്. ഒന്നും കൂടെ ആഞ്ഞ് പിടിച്ചെങ്കിൽ 600 രൂപയ്ക്ക് കിട്ടുമായിരുന്നെന്നാണ് തോന്നുന്നത്. കാരണം 600 രൂപയ്ക്ക് വണ്ടി കൊടുത്താൽ പിന്നെ വണ്ടി കൊള്ളാം കേട്ടോ. BS6 അല്ല ഡിയോ. 600 രൂപയ്ക്ക് 700 രൂപയ്ക്ക് വർത്തിയാണോ നേട്ടാ? വർത്തിയാണ്. എന്തായാലും ഇറങ്ങി കയറണം. കുറേ നഷ്ടത്തോടെ വണ്ടി പിടിക്കണം. ഇങ്ങോട്ട് ബാംഗ്ലൂര്, റൈറ്റ് കോയമ്പത്തൂർ, ബസ്സാറൊക്കെ ഇത് സേലമാണെന്ന് പറയണല്ലേ വൈര്. അത്യാവശ്യം മട്ടൻ അവിടെ ബീഫിനെ പോലെ മട്ടൻ. ഫ്ലൈ ഓവർ, അടുത്ത ഫ്ലൈ ഓവർ അങ്ങനെ ഫ്ലൈ ഓവറാണ്. ഏറക്കാട് ലെഫ്റ്റ് ഇവിടെ എന്ത് വണ്ടിയുടെ സീനല്ലേ. നമ്മളവിടെ ഇതേപോലെ കേട്ടാ ഇവിടെ 3 വരിയടാ. മലയാളല്ലേ? അവിടെ മഞ്ഞ് കയറി കിടക്കണ കേട്ടാ. ബ്രോ ദോ ആ ഡിയോ ഉണ്ട്. അതാണ് വണ്ടി എടുത്തിരുന്നപ്പോഴേ അങ്ങീര് പറഞ്ഞു കാറ്റില്ല. ഇപ്പം പഞ്ചറാണെന്ന് അവിടെ കൊണ്ട് കാണിച്ചപ്പോൾ. ഇവിടെ പഞ്ചറാണ് ഇവിടെ തൊട്ടടുത്തോണ്ടെന്ന് പറഞ്ഞ്. എവിടെയാണെന്ന് അവൻ ആ വഴിയോ പോണം. അത് പോട്ടെ. അപ്പം യുവന്മാരെ നമ്പല്ലേ. അവൻ എയറിൽ നിന്ന് പറഞ്ഞപ്പോഴേ നമ്മൾ വിചാരിച്ചതാണ് പണി പാളുമെന്ന്. അതേപോലെ പണി പാളി. ഇനി പഞ്ചറടയ്ക്കണം. പൈസ തരാമെന്നാ പറഞ്ഞത്. അതിലേക്ക് കുത്തിന് പിടിച്ച് മേടിക്കും. നമ്മളിതോ ആ ബാക്കിൽ കാണുന്ന മലയെല്ലാം പോകണം. ഇത് കണ്ട ആരെങ്കിലും സേലം തമിഴ്നാട്ടിൽ പറയണം. വർക്കലൊക്കെ എത്തിപ്പോ ഇതേപോലെ നമ്മളവിടുത്തെ പോലെ അല്ലല്ലോ ഇത്. ചേട്ടാന്നാ പുറത്തേ ആരെ നമ്മളെ വണ്ടി ഞാൻ ഇങ്ങനെ നോക്കാം. ഇത് കണ്ട തമിഴ്നാടാണെന്ന് പറയൂ. സീനെന്ന് പറഞ്ഞാൽ സീന് എസ്റ്റേറ്റ്. ഈ വീഡിയോ എടുത്തിട്ട് ആരെങ്കിലും പറയുന്നത് വയനാടാണ്. ചുരം കയറുന്നത് പറയും. ടൂറിസം വേറെ ലെവൽ. എവിടെ ഓരോ സ്ഥലം ഓരോ ലുക്കല്ലേ. മരത്തിൻ്റെ ഇടയിൽ തമളയായിരിക്കും അവന്മാർ. ആ വീഡിയോ ഞാൻ ഒരു ഡോക്യുമെന്ററി അതിൽ പറഞ്ഞ കറക്റ്റ് ചെയ്യണം. ഒരു വേറെ ലെവല് മസ്റ്റ് സീൻ സ്പോട്ടാണ്. പക്ഷെ ആർക്കും അറിയത്തുമില്ല. ഏയ് മാങ്ങയൊക്കെ വിൽക്കാനായിട്ട് പമ്പ മൊത്തത്തിൽ രസം കേട്ടാ. സോ ഫസ്റ്റ് സ്പോട്ട് ടു പഗോഡ വ്യൂ പോയിന്റ്. വീടൊക്കെ സീന്. അങ്ങോട്ടാ പോണ. അവരുടെ റൂംസൊക്കെ ചോദിക്കും. പോട്ടമാര് ഞാൻ കേട്ട് റൂംസ് വേണമോ. മീൻ ഇനിയൊക്കെ തീർട്ടെടുക്കാം. കൊള്ളാല്ലേ. അതൊക്കെ കാണാനൊന്നും ഇല്ലടേ. ഞാൻ അവിടെ എത്തി പടി കയറണം.
ഇവിടെ വന്നിട്ട് അവന്മാർ വർക്കിനൊക്കെ പിടിച്ചു കോടാ. ഇപ്പോഴത്തേക്കളി അടുത്ത് നമ്മൾ എന്തിനും വാട്ടർഫാൾസ് ഉണ്ട്, അവിടെ പോകണം. വാട്ടർഫാൾസിന്റെ പേരൊക്കെ വീട്ടിൽ പോയിട്ട് പറഞ്ഞുതരാം. ഇവിടെ എല്ലാം കൊള്ളാം കേട്ടോ. അവന്റെ വണ്ടി കിട്ടിയൊക്കെ പോകും. ടിക്കറ്റ് പ്രൈസ് 15 രൂപ. പള്ളിയാർ വാട്ടർഫാൾസിൽ പോണ്. അതെ, അതും കഴപ്പ് പിടിച്ച് ട്രക്കിംഗ് ബാഗൊക്കെ കൊണ്ട് 200 സ്റ്റെപ്പ്. പക്ഷെ സ്റ്റെപ്പൊന്നും കണ്ടില്ല, ഇറക്കം കണ്ടു തുടങ്ങി. ആക്ച്വലി 1 കിലോമീറ്റർ അല്ല 500 എന്നാണ് എൻ്റെ ഒരു ഇത്. 200 സ്റ്റെപ്പ് ഇറങ്ങണം. സ്റ്റെപ്പ് തുടങ്ങി. കടിനെ കടവരമീ അണ്ട ഘടാഹം. ഒടുക്കത്തെ ഹൈറ്റ് കേട്ടോ. താഴെ സ്റ്റോൺ ബ്രിഡ്ജൊക്കെ ഉണ്ട്. സ്റ്റെപ്പ് ഇറങ്ങിതാണ്ട ഇരിക്കാൻ വേണ്ടി ഇവിടെ സീനിടാ സ്റ്റെപ്പ്. ഇതെന്തായാലും കയറി വരെ ഇത് കയറണമെങ്കിൽ പാടാ. പക്ഷെ ഞാൻ പെട്ടെന്ന് പോവാം. ട്രക്കിംഗ് ബാഗ് ഉണ്ട്, അതാ സീൻ. പോയാൽ അവർക്ക് നിർബന്ധമൊന്നുമില്ല നിന്നെ ഇവിടെ ഇറക്കണമെന്ന്. അവർക്കെല്ലാം നിർബന്ധം ഉണ്ടാ. അയ്യോ ഇപ്പൊ പോയനെ മേര്. ഈ വികലാംഗന്റെ കാര്യം 200 പടിയെന്ന് പറഞ്ഞ് എത്ര പടിയായെന്ന് എണ്ണിയൊന്നുമില്ല. പക്ഷെ കയ്യിലേക്ക് വലിച്ചു കിട്ടിയേനെ കേട്ടോ. സഫാരി ടു ഫാൾസ് ഇനിയും പോണം. അമ്മേ ഇത് ഇറങ്ങാൻ കുഴപ്പമില്ല, പൊന്നളിയാ കേറാൻ നിക്കറമ്മേ. 1/2 കിലോമീറ്റർ വാട്ടർഫാൾസ് എത്തിയില്ലല്ലോ, ഇനിയും ഉണ്ടല്ലേ. ഇവിടുന്ന് ക്രൗഡ് ഈ വഴി. ആഫ്റ്റർ ദാറ്റ് ചെറുതായിട്ട് സ്റ്റെപ്പ് കയറാം. ഫൈനലി റീച്ച് 1/2 കിലോമീറ്റർ. 1/2 കിലോമീറ്റർ ഒക്കെ ഒട്ടോ അതോ 500 മീറ്റർ നടക്കാൻ പറഞ്ഞു. പക്ഷെ അതിനുള്ളതൊന്നും ഇല്ലെന്ന് തോന്നേ. അപ്പൊ നമുക്ക് ആ വീഡിയോ തുടങ്ങാം. അങ്ങനെ വരുന്നു എന്നിട്ട് അങ്ങോട്ട് പോകും. പാലമൊക്കെ പണി കെട്ടിട്ടുണ്ട്. പാലത്തിലെ കൂടെ ബാലൻസ് ചെയ്ത് പോകണം. അവിടെ കെട്ടിക്കിടക്കണം. കാല് വിറക്കണല്ല. സ്റ്റാർട്ടിങ്. ദിസ് ഈസ് ലേഡി സീറ്റ്. അതിന് മുമ്പ് ഇത് കാണിച്ചു തരാം. സീക്രം പാടാ. ഇത് ലേഡി സീറ്റ്. ഇവിടെ നോക്കി സേലം കാണാമെന്ന് പറഞ്ഞു. അപ്പം നമുക്ക് പോയി സേലം കാണാൻ പറ്റുമോ നോക്കാം. ടെലിസ്കോപ്പ് ഹൗസ്. ആദ്യം പോയി കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ. ഐ എം സോ ടയർഡ്. ഐ കാൺട്ട് വാക്ക് സോ മച്ച്. ഓക്കെ, ഇവിടെ നീ മോനി സീനി. അതുകൂടെ ഐലൻഡ് പോലെ ഉണ്ട്. ഇവിടെ ആയിരിക്കും 3 കൂടെ ചേർത്തിട്ടുള്ളല്ലേ. വണ്ടി എങ്ക പാർക്ക് പണ്ണണോ? അയ്യോ എന്തൊരു ഐ ഡോണ്ട് കെയർ. എന്തൊരു വീടാ. റോസ് ഗാർഡൻ, പിന്നെന്തൊരു ബൊട്ടാണിക്കൽ ഗാർഡൻ, ജെൻസ് സീറ്റ്, കിഡ്സ് സീറ്റ് എല്ലാം ഇവിടെയാണ്. ഇത് കറുത്ത് തന്നെയാണ് എനിക്കും തെരിയല്ലേ. ആണേ ഉന്ന വീടോ മയില്. ഇവിടെ വീടെല്ലാം ഇങ്ങനെ ഞെരിങ്ങിയായിരിക്കണം. അയ്യോ കാണാമോ? ഉണ്ടാ ഇനി മണ്ടയിൽ പോട്ട് എന്നിട്ട് എടുക്കാം. ലുക്ക് അറ്റ് ദാറ്റ്, സം മോഡേൺസ് ഫ്ലൈയിങ് എ ഹെലികോപ്റ്റർ. ആടാതിരി മൈക്ക്. ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ അകത്ത് ഇതാ ആദ്യക്കുള്ള സാധനം ഇതാ. ഇവിടെ കയറാനൊന്നും പോരാ. ഇത് ജെൻസ് കിഡ്സ് 3 കൂടെ ചേർത്തിട്ടുള്ള പൈസ. ഇവിടെയൊക്കെ വെള്ളം ഒഴുകണമായിരിക്കും തോന്നുന്നു. കണ്ടോ വെള്ളത്തിൻ്റെ വഴിയൊക്കെ ഉണ്ട്. ഇങ്ങനെ ഒഴുകി ഇവിടെ നിന്ന് ഇങ്ങനെ ചാടും. സ്ലൈഡാ. അതവിടെ കാടും പുല്ലൊക്കെ പിടിച്ചിറങ്ങും. അതിന് താഴെ ഇറങ്ങിയിട്ടെടുക്കാം. വാവ്, ഇത് കൊള്ളാം കേട്ടോ. എൻ്റെ ക്യാമറ കണ്ണുകളിൽ എങ്ങനെയാണ് നോക്കട്ടെ. ക്യാമറ കണ്ണിലും അത്യുഗ്രൻ. ഇടറാതെ ഞാൻ കൈ ചേർക്കവി. പ്ലാവുണ്ട്.
പൈൻ മരമുണ്ട്, വീണ്ടും പ്ലാവ് പ്ലാവ് പ്ലാവോട് പ്ലാവ്. ചക്കയില്ലാത്ത പ്ലാവുകൾ വെറുതെ അല്ലേ. ഇവിടെ ചക്ക ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും. ഇവിടെമാർക്ക് ചക്ക ഭയങ്കര ഇഷ്ടമാണ്. ഇത് കുരങ്ങ് നല്ലൊരു മാമൻ മരം പറ്റുന്ന. എൻ്റെ മോനെ ഇവിടെ നടക്കാൻ കുറേ ഉണ്ട് കേട്ടോ. 30 രൂപയ്ക്ക് വേർത്തിയ. നേരത്തെ നമ്മുടെ വാട്ടർ ഫാൾസ് എങ്ങനെ ഉണ്ട് നേട്ട് അവരോട് പറയണത് ഇത് തന്നെ, ഇറ്റ്സ് വേർത്തി. ഇടിഞ്ഞു പൊളിഞ്ഞ കടകൾ, എന്നെ നോക്കുന്ന മാമിയും മാമിയുടെ മരുമകളും. ഞാൻ പറഞ്ഞപ്പോൾ ഈ മരം. കിഡ്സ് പ്ലേ ഏരിയ. ഇന്ന ഞാൻ നടന്നെത്തു. അവിടെ എന്തോ ഏതോ വിഗ്രഹമൊക്കെ ഉണ്ട് കേട്ടോ. നടന്നു പോകുന്ന വേദ കണ്ടോ, കുറച്ച് പട്ടിയുണ്ട്. നമുക്ക് ആ സ്പോട്ടിൽ പോകണം. അവിടെ കുറേ ആൾക്കാരിരിക്കുന്നുണ്ട്. അവിടെ പോയി എന്തിരിക്കണം കാലയായിട്ട് വയ്യ. ഹേയ്, നമ്മളതാ ഇവിടെ എന്തോ ഒരു സ്റ്റോണാണ്. പുല്ല് റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡ് അടിച്ച് ബിരിയാണിക നല്ല വിലക്കുറവാണ്. ഒരെണ്ണത്തിന് 600 രൂപയേ ഉള്ളൂ. വാല്യൂ ഫോർ മണിയാണ്. ഒറ്റ പീസേ ഉള്ളൂ. ഒരുപാട് ക്വാണ്ടിറ്റി ബിരിയാണി ഇല്ലായിരുന്നു. മൊത്തത്തിൽ സാറ്റിസ്ഫൈഡാണ്. അങ്ങനെ അടുത്ത് ഫുഡ് കഴിച്ചിട്ട് ഫുൾ ടയേർഡാണ്. ഇനി അങ്ങോട്ട് പോകണമെന്ന് ഇങ്ങനെ നോക്കി നിൽക്കുക. ഓക്കെ, ലേക്കിലൊന്ന് പോകണം. സ്കൂം ചെയ്ത് കാണിച്ചിട്ട് വേണ്ട. അവിടെ ഒന്ന് പോകണം. സൈക്കിൾ ഓട്ടണം. വൈകിട്ട് എന്തിരി കരടിയൂർ പോകണം. സൺസെറ്റ് കാണണം. ഗ്ലാസ് ബ്രിഡ്ജിൽ പറ്റുമെങ്കിൽ ഒന്ന് പോകണം. സൈനിങ് ഔട്ട് ചെയ്യണം. വീട്ടിൽ പോകണം. ഓക്കെ, ബൈ. കൂളായിട്ട് ഓട്ടോ, നമുക്ക് പയ്യെ പോയിട്ട് ഇവിടെ പള്ളി ഉണ്ടോ? സീരി അവിടെ പുല്ലോട്ട് മലയാവുമായിരിക്കും. ഇത് വിട്ടു നല്ലൂർ വാട്ടർഫാൾസ്. അതേതാ? നല്ലൂർ വാട്ടർഫാൾസ്. നല്ലൂർ നമ്മൾ പോയടാ. അല്ലടാ, എടാ 7 കിലോമീറ്റർ എന്തോണ്ടോ. അവിടെ 7 കിലോമീറ്ററാ. നമുക്ക് മറ്റേ ഇവിടെ പോയാ പോരെ. 7 കിലോമീറ്ററല്ലേ ഉള്ളൂ. സമയമുണ്ടല്ലോ. 4:19 ഉള്ളൂ. വാ. ബൈ. എടാ കാടില്ലാത്ത സ്കൂള് കണ്ട സീനല്ലേ. ഞാൻ സ്കൂളിന് വീഡിയോ എടുത്തില്ലേ. 8ാം ക്ലാസ് വരെ എന്തോ ഉണ്ടെന്നോ. കാവേരി ബീക്കായി എവിടെ ചോദിച്ചോക്കിയല്ലേ. ഇവിടെ ഇരിക്കാനുള്ള സ്പേസ് ഒക്കെ ഉണ്ടോ വേണ്ട. എല്ലാം അത്യാവശ്യം സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ പറഞ്ഞ വഴി കണ്ടാ പറയോ ഇങ്ങനെ ഒരു സെറ്റ് സ്ഥലം ഉണ്ടെന്ന്. സൺസെറ്റ് കാണിച്ചു തരാം. സൺസെറ്റിന് വേണ്ടി മാത്രം വന്നതാണ്. ഇല്ലാത്ത പെട്രോൾ എടുത്ത്. ആക്ച്വലി നമ്മൾ വന്നപ്പോൾ ഇത് അടച്ചിട്ടേക്കാം. നമ്മൾ സൈഡിൽ കൂടെ വന്നത്. ഇവിടെ ഉള്ളിലായിട്ട് സീൻ വ്യൂ ഇവിടെ.